ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെറ്റൂസ് ഫുഡ് വേൾഡ്. ഇന്ന് നമുക്കൊരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക ഇതുപോലെ എടുത്തിട്ടുണ്ട്. വലിയ സൈസിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, അതായത് നീളത്തിലുള്ളത്. അത് ഇതുപോലെ ലെയറായിട്ടൊന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം അറ്റത്തൂടെ നിന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം, നമുക്ക് ആ ഒരു ഷേപ്പിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അരിഞ്ഞു കൊടുത്ത കഷ്ണങ്ങൾ അത്രയും ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, കറുത്ത കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാം ഞാൻ ഇതുപോലൊന്ന് അരിഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു സവാള ഞാൻ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 സെക്കൻഡ് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വരട്ടിയെടുക്കണം. ഒരുപാടൊന്നും വഴണ്ട് വരണ്ട, ഏകദേശം ഒന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ കത്തിരിക്ക ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. 1-2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ചെറുതായിട്ടാണല്ലോ അരിഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ മെഴുക്കുവരട്ടി റെഡിയായി വന്നിട്ടുണ്ട്. അവസാനം 1 പിടി തേങ്ങ ചിരകിയത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കൂ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് 1 മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡിയായി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.